സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചെങ്കോട്ടയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. പിടിയിലായവരെ ചോദ്യം ചെയ്ത് വരികയാണ്. എല്ലാവരും അനധികൃത കുടിയേറ്റക്കാരാണെന്നും ഇവർ ചെങ്കോട്ട പരിസരത്ത് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് പറഞ്ഞു. ഓഗസ്റ്റ് 4-ന് 5 പേരെയും പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജാ ബന്ദിയ പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ അവർ ഏകദേശം 3-4 മാസം മുമ്പ് ഇന്ത്യയിൽ അനധികൃതമായി പ്രവേശിച്ചതായും ദില്ലിയിൽ തൊഴിലാളികളായി ജോലി ചെയ്തിരുന്നതായും കണ്ടെത്തി. ജൂലൈ 15 മുതൽ ചെങ്കോട്ട പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്ന് അവർ അവകാശപ്പെട്ടു. ബംഗ്ലാദേശ് രേഖകൾ അവരിൽ നിന്ന് കണ്ടെടുത്തു. പക്ഷേ ചോദ്യം ചെയ്യലിൽ സംശയാസ്പദമായ വസ്തുക്കളോ പ്രവർത്തനമോ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15-ന് നടക്കുന്ന 78ാമത് സ്വാതന്ത്ര്യദിന പരിപാടിക്ക് മുന്നോടിയായി തലസ്ഥാനത്തുടനീളം സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിനിടയിലാണ് ഈ സംഭവം. അനധികൃത കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്ഥാപനങ്ങൾക്ക് സമീപം താമസിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നാട് കടത്തുന്നതിനായി ദില്ലി പോലീസ് പ്രത്യേക ഡ്രൈവ് ആരംഭിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികൾ 5 പേരെയും ചോദ്യം ചെയ്തതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. നിയമപരമായ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവരെ നാട് കടത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഡൽഹി പോലീസ് നടത്തിയ മോക്ക് ഡ്രില്ലിനിടെ ഡമ്മി ബോംബ് കണ്ടെത്താൻ സാധിക്കാത്തതിൽ നടപടിയെടുത്തു. ശനിയാഴ്ച നടന്ന മോക്ക് ഡ്രില്ലിനിടെ ഡമ്മി ബോംബുമായി ഒരാൾ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ ഡമ്മി ബോംബ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾമാരും ഉൾപ്പെടെ 7 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്.